ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും പേള് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. പേള് യഥാർത്ഥത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, സ്മൂത്ത് ആണ്. അത് ഈ ഗോൾഡോ ഇല്ലെങ്കിൽ ഡയമണ്ടോ ഉണ്ടാകുന്ന പോലെ ഫയറിൽ കൂടി ഇല്ലെങ്കിൽ പ്രഷറിൽ കൂടി ഒന്നുമല്ല ഈ പേള് ഉണ്ടാകുന്നത്. നമുക്കറിയാം, അത് ഈ ഓയിസ്റ്ററിനകത്ത്, കക്കയ്ക്കകത്ത് ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ്. അത് ഭയങ്കര റെയറാണ്. കാരണം എല്ലാ കക്കകളും പേള് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. വൺസ് ഇൻ മേ ബി 2000 കക്കയോ അല്ലെങ്കിൽ അങ്ങനെ വളരെ റെയറായിട്ടേ പേള് കക്കയ്ക്കകത്ത് ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ കക്കയ്ക്കകത്ത് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് ആക്സിഡന്റലി ഈ കക്ക സ്വോളോ ചെയ്താൽ, ലൈക്ക് മണ്ണലിന്റെ കൊച്ചു തരിയോ ഇല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റോ എന്തെങ്കിലും കുഞ്ഞു ജീവിയോ എന്തെങ്കിലും സ്വോളോ ചെയ്താൽ അതിന്റെ ഉള്ളിൽ അതിന് ഇൻഫെക്ഷൻ ആകും, അല്ലെ? വേണ്ടാത്ത കാര്യമാണ്. അപ്പൊ വേണ്ടാത്തൊരു കാര്യം അകത്ത് ചെന്നപ്പം അതെന്തു ചെയ്തു? അത് അതിന്റെ മുമ്പിൽ ലെയർ ഫോം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം ഈ ലെയർ ഒരു പേളായിട്ട് മാറുക ചെയ്യുന്നത്. അപ്പൊ ഈ കക്ക യഥാർത്ഥത്തില് എന്നാ ചെയ്തത്? അതിന് വേണ്ടാത്ത കാര്യം, ഇറിറ്റേഷനായ കാര്യത്തിനെ സംതിങ് ബ്യൂട്ടിഫുൾ ഇല്ലെങ്കിൽ സംതിങ് മോസ്റ്റ് വാല്യുബിൾ ആക്കി തീർത്തു. നമ്മുടെ ലൈഫിലും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഗോ ത്രൂ ഒത്തിരി റിജക്ഷൻസ് കൂടെയോ ഇല്ലെങ്കിൽ ചലഞ്ചസിൽ ഇല്ലെങ്കിൽ പെയിൻഫുൾ സിറ്റുവേഷൻസ് കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. നമുക്ക് 2 ചോയ്സസ് ഉണ്ട്. ഒന്ന്, വി ക്യാൻ ലീവ് വിത്ത് ദാറ്റ് വൂണ്ട്. അനദർ ചോയ്സ് എന്ന് പറയുന്നത്, വി ക്യാൻ ടേൺ ദാറ്റ് വൂണ്ട് ഇൻ ടു എ പേൾ. ഓക്കെ, ഗ്രോത്ത് ഓൾവേസ് ഡസന്റ് കം ഫ്രം എ പെർഫെക്റ്റ് കണ്ടീഷൻ. അത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രോത്ത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാകുന്നത് വെച്ചാൽ, നമ്മൾ വർഷങ്ങൾക്ക് ശേഷമുള്ള കഷ്ടപ്പാടുകളും സാഹചര്യത്തെ എതിർത്ത് മുമ്പോട്ട് പോയതും ഒക്കെ കൊണ്ടാണ്. പേൾ ഒരിക്കലും ഓവർനൈറ്റിൽ ഉണ്ടാകുന്നൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ കക്കയ്ക്കകത്ത് വർഷങ്ങൾക്കുള്ളിലെ ആ ട്രാൻസ്ഫോർമേഷനിൽ കൂടിയാണ് പേൾ ആകുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു, ലൈഫിലെ ഏത് സിറ്റുവേഷൻസ് ആണെങ്കിലും keep going, keep building yourself and keep transforming and come out like a pearl.